ബ്രഹ്മയുഗം മൂവി 17-ാം ദിവസം ചിത്രത്തിൻ്റെ 3-ാം ശനിയാഴ്ചയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ 17-ാം ദിവസമായ ഇന്നത്തെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടെ ബുക്കിംഗ് എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ബുക്കിംഗ് ആണ് എല്ലായിടത്തും കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയും ബുക്കിംഗ് എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ യെല്ലോ അലേർട്ട് തന്നെയാണ് 17-ാം ദിവസവും ബ്രഹ്മയുഗം മൂവി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവസാനത്തെ 24 അവേഴ്സിൽ മാത്രം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 14,630 ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ആ ഒരു കണക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. സിനിമ റിലീസ് ആവുന്നത് വരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ തിയേറ്ററിൽ ആളെത്തുമോ എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തത്. അതുവഴി നല്ല രീതിയിലുള്ള കളക്ഷൻ നേടാനും ചിത്രത്തിന് സാധിച്ചു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും നല്ല രീതിയിലാണ് ചിത്രം പോകുന്നത്, കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡോട് കൂടെ മികച്ച രീതിയിലുള്ള കളക്ഷനിലേക്ക് എത്താനും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് സാധിക്കും. GCCയിലും അതുപോലെ USA-ലെല്ലാം ചിത്രം സ്റ്റഡി കളക്ഷൻ നിലനിർത്തുന്നുണ്ട്. ഇനി ഈ ആഴ്ച ചിത്രത്തിൻ്റെ ഹിന്ദി വേർഷൻ റിലീസാവുമെന്നുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹിന്ദി വേർഷൻ റിലീസായിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ റിലീസ് ആവുകയാണെങ്കിൽ എന്ന് പറയാം. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ ഹിന്ദി വേർഷൻ ഇനി റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.